ദാരിദ്ര്യവും കഷ്ടപ്പാടും വേദനയും എല്ലാം സഹിച്ച് സമ്പത്തുണ്ടാക്കി മക്കൾക്ക് കൊടുത്ത് അവസാനം മക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോരുന്നത്. നമസ്കാരം, രവീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ സമ്പത്തുള്ളവരെ കണ്ട 4 കാശ് സമ്പാദിച്ചവരെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാം, മക്കളെ മാത്രം നോക്കി ജീവിച്ച ആളുകളാണ് 4 കാശ് സമ്പാദിച്ചിട്ടുള്ളവർ. പക്ഷേ ഇന്ന് ആ മക്കൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. മുളക് ചമ്മന്തി അരച്ചും ഉണക്കമീൻ കഴിച്ചും ജീവിച്ചു പോകുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെ അനാഥാലയങ്ങളിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു മെസ്സേജാണ്, ഭാവി തലമുറയ്ക്കും വേണ്ടി ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പഞ്ചാര ഉണ്ട്, എനിക്ക് ഉപ്പിൻ്റെ ദോഷമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. വറുത്ത് പൊരിച്ചതൊന്നും കഴിക്കാൻ പറ്റൂല. ഷുഗറുള്ള ആളുകൾക്ക് മധുരമിട്ടത് ഒന്നും കഴിക്കാൻ പറ്റൂല. ഇനി ഉപ്പിൻ്റെ ശല്യമുള്ളവർക്ക്, പ്രഷറുള്ളവർക്ക് ഉപ്പിട്ട ആഹാരങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു ദുരന്തകാലത്തിലേക്കാണ് വയസ്സാകുമ്പോൾ നാം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ആവതുള്ള കാലത്ത് നല്ല ഇന്ന് നമുക്ക് കമ്പോളങ്ങളിൽ കിട്ടുന്നത് ചാള, അയല, ഉണക്കമീൻ മാത്രമല്ല, നല്ല തിരുത കിട്ടും, തൂളി കിട്ടും, കരിമീൻ കിട്ടും, നെയ്മീൻ കിട്ടും. നെയ്മീൻ, കരിമീൻ, ആവോലി, തൂളി, അങ്ങനെ പലതരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല നല്ല മീനുകൾ നമുക്ക് കിട്ടും. അതെല്ലാം വാങ്ങി നാം കഴിക്കണം. അതുപോലെ തന്നെ മാംസം കഴിക്കുമ്പോൾ പോത്തിറച്ചിയും കോഴിയിറച്ചിയും മാത്രമല്ല കിട്ടുക, ചിക്കനും പോത്ത് മാത്രമല്ല, ചിക്കനും ബീഫും മാത്രമല്ല, മറിച്ച് നല്ല ആടുണ്ട്, കാടയുണ്ട്, താറാവുണ്ട്. ഇതെല്ലാം വാങ്ങി നാം കഴിക്കണം. ആവതുള്ള സമയത്ത് നാം കഴിച്ചു മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മരിപ്പിനൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, ആ കാരണവർ ഭക്ഷണം കഴിച്ച് നന്നായി തിന്ന് മരിച്ച ഒരാളാന്ന് പറയും. അല്ലെങ്കിലോ പട്ടിണി കിടന്ന് മരിച്ച ഒരാളായിട്ട് നമ്മൾ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പട്ടിണി കിടന്ന് മരിക്കാൻ നോക്കാതെ അന്തസ്സായി ഉള്ള സമ്പാദ്യം വെച്ചുകൊണ്ട് നന്നായി ഭക്ഷണം കഴിച്ച് ജീവിക്കുക, ആരോഗ്യത്തെ വീണ്ടെടുക്കുക, മസിൽ പവർ നാം വർദ്ധിപ്പിക്കുക.